വെളിപ്പാട് 8:9. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി, കപ്പലുകളിലും 1/3 ഛേദം വന്നു. സൗരയൂഥത്തിലോ ആകാശഗംഗ ഗാലക്സിയിലോ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലുമോ ഭൂമിയെ കൂടാതെ ജീവൻ നിലനിൽക്കുന്നുണ്ടോ എന്ന അന്വേഷണം ശാസ്ത്രലോകം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു കാരണം ഭൂമിയിൽ എന്നെങ്കിലും ഒരിക്കൽ ജീവൻ നിലനിൽക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാകാം എന്നതാണ്. അന്ന് ഭൂമിക്ക് പുറത്ത് ജീവിക്കാൻ അനുകൂല സാഹചര്യമുണ്ടോ എന്നറിയാനും, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമുള്ള ജീവൻ അവിടെ എങ്ങനെ അതിജീവിക്കുന്നു എന്നറിഞ്ഞ് അതിനനുസരിച്ച് മുൻകരുതലുകൾ എടുത്ത് ഭൂമിയിൽ അതിജീവനം നടത്താൻ വേണ്ടിയുമൊക്കെയാണ്. എന്നെങ്കിലും ഈ അന്വേഷണത്തിന് മറുപടി ഉണ്ടാകും എന്ന പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നു. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ എന്ന ചോദ്യത്തിന് ബൈബിൾ നൽകുന്ന ഉത്തരം അതെ എന്നാണ്. പല വിധത്തിലുള്ള ദൂതന്മാരും ആത്മാക്കളും ജീവികളും ഒക്കെ ഭൂമിക്ക് പുറത്ത്, സൗരയൂഥത്തിന് പുറത്തൊക്കെയുണ്ട്. ചിലരൊക്കെ ഭൂമിയിൽ വരികയും പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അവരെല്ലാം മറ്റ് ജീവിവർഗത്തിലുള്ളവരാണ്. ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് പല ദൈവദൂതരും മനുഷ്യരുടെ ഇടയിലും ഭൂപ്രകൃതിയിലുമൊക്കെ ഇടപെടുകയും വലിയ പ്രവൃത്തികൾ ചെയ്യുകയും മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിക്കുന്ന വിധത്തിൽ ദൗത്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഇനിയും ചെയ്യാൻ പോകുന്ന അനേക പ്രവൃത്തികളെക്കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. അതിലൊന്നാണ് സമുദ്രത്തിൽ ജീവനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോകുന്ന ഒരു മഹാപ്രവൃത്തി. തീ കത്തുന്ന ഒരു വലിയ മല പോലൊന്ന് സമുദ്രത്തിൽ എറിയപ്പെട്ടിട്ട് സമുദ്രത്തിൽ 1/3 രക്തസമാനമാകുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഭൂമി ഇന്നയോളം കണ്ടിട്ടില്ലാത്ത മഹാസംഭവങ്ങൾക്കും ദുരിതങ്ങൾക്കും വേദിയാകുന്ന കാലമാണ് വരാനിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഇവയോർത്ത് ഭയപ്പെടേണ്ടതില്ല. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് ആരാധിക്കുന്നവർക്ക് പുതുവാന ഭൂമി ദൈവം പാർക്കാനായി ഒരുക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.